ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിന് വേണ്ടി പാലുണ്ട്, കുറച്ച് അരിപ്പൊടിയുണ്ട്, കുറച്ച് നിലക്കടലയും പിസ്തയും എടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യുണ്ട്, കുറച്ച് വെല്ലമുണ്ട്. ഇതെല്ലാം കൂടിയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിനെ നെയ്യിൽ വറുത്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് എടുത്തിട്ട് പാനിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഗ്യാസ് വെക്കട്ടെ. നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. നെയ്യ് ഒഴിച്ചു. അപ്പോൾ നമുക്ക് നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ബ്രെഡിനെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് നല്ലോണം കളറ് മാറി വരുന്ന വരെയും ഈ 2 എണ്ണം ഇട്ട് കൊടുക്കാം. 4 എണ്ണം ഒരുമിച്ച് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിനെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നല്ലോണം പൊരിച്ചെടുക്കാം. നെയ്യിലിട്ട് പൊരിച്ചെടുക്കാം. ഒരു പ്ലേറ്റിലേക്കിട്ട് മാറ്റാം. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് ഇതിനെ പൊടിച്ചെടുക്കണം. നല്ല കളറ് മാറി വരുന്ന വരെ ഇതിനെ പൊരിച്ചെടുക്കണം. ഇത് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ പൊടിച്ചിട്ടെടുക്കണം. അതാണ് പരിപാടി. നല്ല സൂപ്പർ സാധനമാണ് കഴിക്കാൻ. അപ്പോൾ ഇതാ ഞാനിത് എടുക്കുന്നുണ്ട്. അത് നല്ലോണം ആയിട്ടുണ്ട്. ഇനി മറ്റേതും കൂടി അതേപോലെ നമുക്ക് ആക്കിയെടുക്കണം. അതിന് കുറച്ച് നെയ്യ് ഒഴിക്കട്ടെ. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങട്ടെ. ഇതും എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് നെയ്യാക്കിയിട്ട് നമുക്ക് അരിപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് വറുത്തെടുക്കണം. കുറച്ച് മാത്രമേ അരിപ്പൊടി എടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും എടുക്കുന്നില്ല. ആ നെയ്യിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യിട്ട് അതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നെയ്യിലാണ് ഇതിനെ വറുത്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. സ്പൂണിൽ നെയ്യുള്ളതുകൊണ്ട് ഞാൻ സ്പൂണിനെ കൊണ്ട് ആക്കിയതാണ്. കലവ് നാട്. അപ്പോൾ നമുക്കിതിനെ കൊണ്ട് തന്നെ ഇങ്ങനെയാക്കാം. നെയ്യിലിനെ അരിപ്പൊടീനെ വറുത്തെടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പൊടി, കടലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, കടലപ്പൊടിയല്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഇത് നല്ലോണം പൊടി ഇതിൻ്റെ അകത്തേക്ക് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. നെയ്യിൽ അരിപ്പൊടിയിൽ വറുത്തെടുക്കുന്ന ഉണ്ടല്ലോ, അടിപൊളിയായിട്ട്. ഇനി നമുക്ക് കുറച്ച് പാൽ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ പാൽ വയ്ക്കും. കുറച്ച് പാൽ ഒഴിക്കും. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും. തീ സിമ്മിലിടണം, ഇല്ലെങ്കിൽ
പാല് തീരെ ഇല്ല, കുറച്ചും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പാലിൽ ഇതൊന്ന് വെന്ത് വരണം ഈ അരിപ്പൊടി, അതിന് വേണ്ടിയിട്ടാണ് പാലൊഴിച്ച് കൊടുക്കുന്നത്. എല്ലാം നല്ലവണ്ണം കുറുകി വരും. എന്നിട്ട് വെല്ലം ഉരുക്കിയത് അരിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. മധുരത്തിന് വേണ്ടി ബെല്ലാണ് എടുത്തിട്ടുള്ളത് ഞാൻ. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ അതെടുക്കാം. ഞാനിപ്പം ബെല്ലാണ് എടുത്തിട്ടുള്ളത്. തീ സിമ്മിലാണുള്ളത്. അപ്പോൾ ബ്രെഡ് വറുത്ത ഇതാ ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ. ഇതാ കണ്ട, ഇതാ. അപ്പോൾ ഇതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വെല്ലം ഉരുക്കിയത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. വെല്ലം കൂടി ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ആക്കട്ടെ. അപ്പം നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഇതായി വന്നു. കണ്ട. അപ്പം ഇനി ഞാൻ വെല്ലം ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ടെല്ലാം കൂടി നമുക്ക് ഇളക്കിയിട്ട് യോജിപ്പിക്കാം. എല്ലാവരെയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. വെല്ലത്തിനെയും നമ്മൾ ഈ ആക്കിയ കൂട്ടുകളെയെല്ലാം മിക്സ് ചെയ്താക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ എടുത്ത് വെച്ച നിലക്കടലയും പിസ്തയും പൊടിച്ച് വെച്ചതില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഏലക്കായൻ്റെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി റെഡിയായി. അപ്പം എല്ലാം റെഡിയായി. ഇനി നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് കുറച്ചുകൂടി നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇളക്കി ഒന്ന് കണ്ടീഷനാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇത് പറയാൻ ഇങ്ങനെ പാത്രത്തിൻ്റെ അകത്തൊന്നും വിളമ്പിയിട്ട് ഇതാക്കിയിട്ട് കഷ്ണമാക്കിയിട്ട് എടുക്കുന്നില്ല. ഇത് നമുക്ക് കോരിയിട്ട് ഇങ്ങനെ കഴിക്കുന്നില്ലേ, അതേപോലത്തെ ഇതാക്കിയിട്ടാണ് നടക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. ഒരുപാടില്ല, കുറച്ച്. ഓക്കെ. അപ്പോൾ എല്ലാം ആ നെയ്യ് എല്ലാ സ്ഥലത്തും ഞാൻ ആക്കട്ടെ. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, നമ്മൾ അരിപ്പൊടിയാണല്ലോ ചേർത്തിന്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം, കടല മാവുണ്ടല്ലോ അതെടുക്കാം, ഏത് വേണമെന്ന് വിചാരിച്ചാലും എടുക്കാം. ഇത് കുറച്ചും കൂടി നല്ല ഇതായിട്ട് പാത്രത്തിൽ നമ്മൾ കേക്ക് ടിന്നിലെല്ലാം ആക്കൂലേ, അതേപോലെ ആക്കിയിട്ട് പീസാക്കി മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓരോ പീസ് എടുത്ത് കഴിക്കാം. ഞാനിപ്പോൾ പാത്രത്തിലാക്കിയിട്ട് കോരി തിന്നുന്ന പാകത്തിനാണ് ആക്കുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. വാവ്, എന്തൊരു ടേസ്റ്റ്! സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി. വാവ്, ഇതാ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, നമുക്ക് കോരി തിന്നേണ്ട പാകത്തിന് ഇതാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഞാൻ കുറച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, മുറിച്ചെടുക്കാനുള്ള പാകത്തിനും ആക്കി, 2 വിധത്തിലും ആക്കിയിട്ടുണ്ട്. കണ്ട, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാ, അടിപൊളിയാണ്. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്രെഡും അരിപ്പൊടിയും വെച്ചിട്ട് ഉണ്ടാക്കിയ ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. ഇത് തണ്ണി കഴിഞ്ഞാൽ ഞാൻ മുറിച്ചിട്ട് അതും കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.